എന്തോടാ? ഞാൻ നമ്മള് രാഷ്ട്രീയം പറഞ്ഞ് പിരിഞ്ഞതേ. നീ എന്തിനാ വന്ന? കാണണ്ടേ നമുക്ക്? നീ എന്നെ ഉടക്കി പോയല്ലോടാ. ഒരു ഉടക്കമില്ല. അത് രാഷ്ട്രീയം പറയുന്നല്ലേ, നമ്മക്ക് ഇതൊക്കെ ഒരു തമാശയില്ലേ? തമാശ അന്ന് നീ കണ്ടില്ലല്ലോ. നീ ഭയങ്കര എന്തോ ഇവിടെ വന്ന് കിടക്കുന്ന എന്നെ പിരിച്ചു വിട്ടു അമ്മമാര്. എന്തിന്? ഓ അമ്മമാർക്ക് എന്നെ വേണ്ടാന്ന്. ഞാനവിടെ രാഷ്ട്രീയം പറഞ്ഞോണ്ട് അമ്മമാരെന്നെ പിരിച്ചു. രാഷ്ട്രീയം പറഞ്ഞൂടെ മനുഷ്യന്? രാഷ്ട്രീയം പറഞ്ഞൂടെന്ന് വെച്ചാൽ നീ മുടക്കിയല്ലോടാ. പിന്നെ എങ്ങനാ? അല്ല, പക്ഷെ ഈ അഷ്ടമുടി കായലുണ്ടല്ലോ, നല്ല രസമാണ് കാണാൻ. ഒരു സ്മെല്ലുണ്ട്. ഇതാണ്ട് ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്കും സാധനങ്ങളും എല്ലാം കിടക്കുക. അതൊക്കെ സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ ഗവൺമെന്റ് വേണ്ട രീതിയിൽ ജാഗ്രത പുലർത്തിയ സ്മെല്ലെല്ലാം മാറും. രാഷ്ട്രീയം എന്താ പറയുന്നത്? ജോലിയൊക്കെ പിരിച്ചു വിട്ടോ? ഓ നമ്മളെ പിരിച്ചു വിട്ടു. നമ്മളവിടെ രാഷ്ട്രീയം പറഞ്ഞെന്നും പറഞ്ഞ് പിരിച്ചു വിട്ടു. അതെന്താ പറ്റി? ഓ ഒന്നും പറയണ്ട. നമുക്ക് എവിടെയും ചെയ്താ പണിയാണല്ലോ വരുന്നത്. നല്ല വൃത്തിയായിട്ട് ജോലി ചെയ്തോണ്ടിരുന്നല്ലേ? അതിനകത്ത് കാര്യമൊന്നുമില്ല. ഇപ്പൊ അടുത്ത പണിയിലേക്ക് പോകും നമ്മള്. ഈ പണി അറിയോ? ഓ ഏത് പണിയും ചെയ്യും. നീ ഇല്ലടാ. പിന്നെ എന്താ പറയുന്നത്? വെറുതെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ വന്ന് അന്ന് ദേഷ്യപ്പെട്ട് പോയിട്ട് ഇപ്പൊ വന്നേക്കിയ. എന്നിട്ട് ഇപ്പൊ വന്നേക്കിയ. അവനിപ്പോ വേറെ കൊട്ടേഷൻ ആയിട്ടാ വന്നെ. എന്തിപ്പോ എന്താ പറയുന്നത്? അവനിപ്പോ അട്ടപിടി കായലെന്ത് വൃത്തിയാക്കണം. മൊത്തം പ്ലാസ്റ്റിക് ഒക്കെ കിടക്കുവാണ് ഇവിടെ. അഷ്ടമുടി കായലിനെ കുറിച്ച് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഈ വള്ളത്തിൽ നമ്മൾ പുറത്താക്കുന്ന പേടി. അതുകൊണ്ട് പറയണം. ധൈര്യമായിട്ട് മുട്ടായി മാമ ഇവിടെ കിടക്ക്, കാറ്റൊക്കെ കൊണ്ട്. ഈ ജോലിയും കൂടെ ചെയ്യാം നമുക്ക്. അപ്പൊ നമ്മള് മീൻ പിടിക്കാനും അറിയാം നമുക്ക് എല്ലാ ജോലിയും. അപ്പൊ വള്ളക്കാരൻ വരാൻ വേണ്ടി കാത്തിരിക്കുക. കാരണം അവൻ വന്നിട്ട് വേണം എനിക്ക് അവനോട് ചോദിച്ചിട്ടാ തുഴച്ചില് ഞാനേറ്റ്. നീ വലയിട്ടോണം. തുഴഞ്ഞു കഴിഞ്ഞ് നിനക്ക് 5 മണിക്കൂർ വരികതാ. അതിന്റെ പൈസ എത്ര മീൻ കിട്ടുന്നോ ആ മീൻ കിട്ടുന്നതിന്റെ 10-20% മീനിനൊക്കെ ഭയങ്കര ചാൻസ് അല്ലേ? കായലിലെ മീനിനൊക്കെ ഭയങ്കര ചാൻസ് ഒക്കെ ശരിയല്ല. പക്ഷെ ഈ കായലിലൊന്നും മീനില്ലടാ. ഈ കായല് മൊത്തം നിനക്ക് ഇത് നിങ്ങളിടാ കുട്ടപ്പ, നിനക്കൊന്നും അറിയത്തില്ല. ഈ കായല്, ഈ അഷ്ടമുടി കായലൊന്ന് കാണണം. ഈ അഷ്ടമുടി കായല് മൊത്തം നികന്ന് കിടക്കുക. ഈ കോട്ടപ്പുറം ജലപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ മണ്ണെടുത്ത് മൊത്തം നികന്ന് കിടക്കുക. ഈ മണ്ണ് കായലിൽ നിന്ന് വേറെ അങ്ങോട്ടും കൊണ്ടുപോയില്ല. ഈ കായലിൽ തന്നെ ഇട്ടിരിക്കുക. കായലിൽ തന്നെ ഇട്ടിരിക്കുക. ഈ കായലിൽ തന്നെ ഇട്ടിരിക്കുന്നുണ്ടെന്ന് മണ്ണ് എടുക്കണം. കായലിലെ മണ്ണെടുത്താല് മീൻ എവിടെ വരാൻ പറ്റൂ? കടലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂ? കടലിൽ നിന്ന് വന്ന് ഇവിടെ മീൻ കളിക്കണ്ടേ? വെള്ളവും പൊങ്ങത്തില്ല. അപ്പൊ മീൻ കളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തെങ്കിൽ മാത്രമേ മത്സ്യത്തൊഴിലാളിക്ക് മീനുണ്ടാവൂ. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള കംപ്ലീറ്റ് നദിയിലെ കിടക്കണം മണ്ണെടുക്കണം. നദിയിലെ മണ്ണെടുക്കുന്ന പോട്ടെ, നമുക്ക് അതൊന്നും ഇപ്പൊ വിഷയമല്ല. നമുക്ക് അഷ്ടമുടി കായല് ശരിയാവണം. അഷ്ടമുടി കായല് ശരിയാവണമെന്നുണ്ട് നന്നായി മണ്ണെടുത്താൽ മാത്രമേ ഈ മീനൊക്കെ കടലിൽ നിന്ന് വരൂ. കടലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മീൻ കിട്ടും. ഇപ്പൊ മീൻ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. മീനെ തട്ടും, മണ്ണുകൊണ്ട് തട്ടും. എവിടെ ഇറങ്ങിയാലും മുട്ടിന് താഴെ വെള്ളമാണ്. പിന്നെ ഇവിടെ വേറെ വിഷയമുണ്ട്. 2.5 കോടി രൂപ ചെലവാക്കി കണ്ടൽക്കാടുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് സർക്കാർ. ആ കണ്ടൽക്കാട് വെച്ചിപ്പോ മൊത്തം അഷ്ടമുടിക്കായൽ മൊത്തം കണ്ടൽക്കാടാ. അരിവ് വെക്കേണ്ട കണ്ടൽക്കാട് ഇപ്പൊ നടുക്കൊക്കെ കൊണ്ടാ വെച്ചത്. മുട്ടായി നമുക്കൊരു ബിസിനസ് അങ്ങ് തുടങ്ങിയാലോ? എന്താ ബിസിനസ്? കരിമീൻ അങ്ങ് തുടങ്ങിയാലോ? കരിമീൻ ബിസിനസ് ഇവിടെ എല്ലാരും ഉണ്ട്. അതൊന്നും വലിയ കാര്യമില്ല. കരിമീനൊന്നും വലിയ കാര്യമില്ല. ഇവിടെ നന്നാവണമെങ്കിൽ അഷ്ടമുടി കായല് കൃത്യമായി രക്ഷപ്പെടണമെങ്കിൽ അഷ്ടമുടി കായലിലെ മണ്ണെടുക്കണം. അഷ്ടമുടി കായലിലെ ഈ കായലിലോട്ട് വെച്ചിരിക്കുന്ന എല്ലാ ഓടകളും ഒഴിവാക്കണം. ഒഴിവാക്കി മാത്രമേ നടക്കൂ. ഇപ്പൊ നമ്മുടെ എന്ത് തന്നെ വെള്ളമാടാ. ഈ വെള്ളത്തിനകത്തൊക്കെ നല്ല മീനല്ലേ? കരിമീനായാലും ഏതെല്ലാം തരം മീനുകളുണ്ട്. ചെമ്പല്ലി, കടലിലെ ചെമ്പല്ലി ഇവിടെ ഉണ്ട്. അറിയാ? ചെങ്കുനറിയാ? ചെമ്പല്ലി വരുന്നുണ്ട് ഇവിടെ. ശംഖു ഇതെല്ലാം കേട്ട് തണുത്ത് കാറ്റൊക്കെ കൊണ്ടോണ്ടിരിക്കുക. അങ്ങനെ ഉണ്ടോ കായല്? എടാ ശംഖു, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു വരുന്നു. എന്തു അധ്വാനിക്കുന്നു, ആഹാരം കഴിക്കുന്നു, പോകുന്നു. മുട്ടായി മാമന് പല പല തൊഴിലുകൾ അറിയാം. നമ്മളൊക്കെ പോയി എന്ത് ചെയ്യും? മാമന് ആയക്കട നിൽക്കാൻ അറിയാം, മീൻ പിടിക്കാൻ അറിയാം, എന്ത് ജോലിയും ചെയ്യും. എടാ അങ്ങനെ ചെയ്യണം. എല്ലാരും ചെയ്ത് പഠിക്കണം. എല്ലാ ജോലിയും ചെയ്ത് പഠിക്കണം. പഠിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അല്ല എനിക്ക് ഇന്ന ജോലിയെ പറ്റത്തോളം. ഏത് ജോലിക്കായാലും അതിനൊരു സത്യസന്ധത, ആത്മാർത്ഥത ഉണ്ടാവും. എല്ലാവരും അംഗീകരിക്കും. നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇന്ന ജോലി ഞാൻ ചെയ്യും, മറ്റേ ജോലി ചെയ്യും. അങ്ങനെ കാണിച്ചു കൊടുത്ത ആളുകൾ അംഗീകരിക്കും. അല്ല ഇങ്ങനെ നടന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഏത് ജോലിയും ചെയ്യണം. നമ്മളിവിടെ പിരിച്ചു വിട്ടാൽ അടുത്തെടുത്ത് പോകും. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ നാട്ടിലുള്ളവരെ കാശ് ചെലവാക്കി ഇതേ ക്ലൈമറ്റ് കിട്ടാൻ പല സ്ഥലങ്ങളിൽ പോകുന്നു. ഇവിടെ ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. അഷ്ടമുടി കായലൊന്നും ആർക്കും അറിയത്തില്ലല്ലോ. ഇവിടെ വരുന്ന കുറച്ചില്ല പിന്നെ മണ്ണെടുത്തിട്ട് ചാമ്പ്രാണി കൂടി. എന്തോടാ
ചാമ്പ്രാണി കോഴി കാണാൻ ആള് വരുന്നത്. ആൾക്കാർ വരും. ഇവിടെ ആളുകൾ മൊത്തം വന്ന് ടിക്കറ്റും എടുത്ത് എങ്കിൽ ചാമ്പ്രാണി കോഴിയെ പോലെ ഒരുപാട് കോടി ഇവിടെ ഉണ്ട്, ഒരുപാട് സ്ഥലമുണ്ട്, ആർക്കും അറിയത്തില്ല. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയ്ക്ക് എയർ സർക്കുലേഷനും കാര്യങ്ങളും എല്ലാം കൂളിംഗ് ഉള്ള സ്ഥലമാണ്. ഭക്ഷണം കഴിച്ചോ? ഇല്ല. ഇല്ല, കരിമീൻ കറിയും കൂട്ടി അവിടെ ഭക്ഷണം ഉണ്ടെന്ന് പറയാം. 500 രൂപ കരിമീൻ കറി, ഞണ്ട് മസാല, ചീനി, കരിമീൻ ഫ്രൈ, കൊഞ്ച് ഫ്രൈ, കണവ കക്ക മസാല, പിന്നെ ചോറ്, അവിയല്, തോരൻ, പച്ചടി, ഇതെല്ലാം കൂടിട്ട് ഉള്ളിയെല്ലാം കൂടിട്ട് അരിഞ്ഞ് ഇത്ര 500 രൂപ ഉള്ളു. 500 രൂപ നമുക്ക് പോയി കഴിച്ചാലാ? പിന്നെന്ത്, നമുക്ക് പോയി കഴിച്ചോളെ. പൈസ ഉണ്ടോ? പൈസ മുട്ടമാമൻ കൊടുക്കും. പിന്നെന്തുവാ, ഇപ്പൊ ജോലിയുള്ളൂ. നമ്മള് ജോലി ഇല്ലാത്ത ചെറുപ്പക്കാരല്ലേ. നീ മാല പണയം വെച്ചു? മാലയല്ല ഈ പറഞ്ഞ കണക്ക് സ്വർണ്ണമൊന്നും അല്ല മുട്ടയാമ. അല്ലേ, ചുമ്മാ ആളുകളെ കാണാൻ വേണ്ടി ഇടുന്നേ ഉള്ളു, അല്ല ഒന്നുമില്ല. അപ്പൊ അതിനുപോലും പറയില്ല. ഇല്ല. എടാ, നീയൊക്കെ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? തൊഴിലില്ലാത്ത ചെറുപ്പക്കാരാന്ന് മാത്രമേ ഉള്ളൂ. എന്റെ കാശ് കൊണ്ട് നിന്നാണോ ഇരിക്കുന്നത്? അത്ര നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, വാ പോവാൻ പോയി. ചങ്കു വേടാ, പയ്യെ പയ്യെ നടക്കണം, നടന്നു പോകല്ലേ. വാ, പിന്നെന്ത്, വാ. അപ്പൊ നമുക്ക് നാളെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇതല്ലേ അവനെ പിടിച്ചോളാം. കുഴപ്പമില്ല, പോട്ടെ.